എന്റെ ജീവിതം സന്തോഷമാവണമെങ്കിൽ എന്റെ അർച്ചനയും കുഞ്ഞിനെയും തിരിച്ചു കിട്ടണം. ആ പ്രാർത്ഥനയായിട്ടാ ഞാൻ ഇവിടേക്ക് വന്നേ. ഇന്ന് രാത്രിയോടെ ഇവനെ ഞാൻ അങ്ങ് തീർത്തു തരാം. ഇന്ന് രാത്രി താൻ അവനെ തീർത്താൽ മാഡത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ തനിക്കൊരു പൊന്മോതിരം വാങ്ങിത്തരും. ഇനി ചിത്രാ പൗർണമി കഴിഞ്ഞല്ലേ ഉള്ളൂ മടക്കം? അതെ സ്വാമിജി. തന്റെ കാര്യോ? ആ, ഞങ്ങള് ഒരുമിച്ച് തിരിച്ചു പോകുന്നുള്ളൂ. സച്ചിയുടെ യാത്ര വെറുതെ ആവില്ല. ഞാൻ അന്ന് പറഞ്ഞില്ലേ, അത്ഭുതങ്ങൾ ഒരുപാട് വരാനിരിക്കുന്നുണ്ടെന്ന്. ഈ ചിത്രാ പൗർണമി തന്റെ വിധി മാറ്റിമറിക്കും. സ്വാമിജി, സച്ചിക്ക് ശത്രുക്കൾ വളരെ കൂടുതലാ. അത് നാം കാണുന്നുണ്ട്. പുറത്ത് ഞങ്ങൾ വന്നപ്പോ പരിചയമുള്ള ചിലരെ കണ്ടു. ഇതുപോലൊരു സ്ഥലത്ത് അവരെ കാണാൻ പാടില്ലാത്തതാ. സ്വാമിജി, അവരെ സൂക്ഷിക്കണം. അവരെ കുറിച്ച് പറഞ്ഞപ്പോ ഗുരുജി എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നെ? അതൊരു തമാശയ്ക്ക് പറഞ്ഞതല്ല. എന്ത് കാര്യത്തെയും ചിരിയോടെ കാണാൻ കഴിയുന്നത് ഒരു വലിയ സിദ്ധിയാണെന്നാ എന്റെ പൂർവികർ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ മൂർത്തി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവന്തികയും കാണും, അതുറപ്പാ. അങ്ങനെ ആരെങ്കിലും ഗുരുജി വന്ന് കണ്ടിരുന്നോ? ചിത്രാ പൗർണമി ഉത്സവം കാണാൻ അങ്ങനെ ഒരുപാട് അതിഥികൾ ആശ്രമത്തിൽ എത്തിയിട്ടുണ്ട്. അവരാരാണ് എന്താണെന്നൊന്നും നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. സമയമാകുമ്പോൾ അതൊക്കെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. നിങ്ങളിരിക്കും. സ്വാമിജി, ഗൂഗിൾ സാറിന്റെ ഭാര്യയുടെ ട്രീറ്റ്മെന്റ്? സമൃദ്ധിയുടെ ചികിത്സയുടെ മരുന്നിന്റെ അവസാന ഘട്ടമാണിത്. ഇന്ന് രാത്രിയോടെ മരുന്നുകൊണ്ടുള്ള ട്രീറ്റ്മെന്റുകളെല്ലാം കഴിയും. അടുത്ത ഘട്ടം ആത്മസമർപ്പണ പൂജയാണ്. നാളെ രാവിലെ അർദ്ധനാരീശ്വരന് മുന്നിൽ ആ പൂജ കഴിയുന്നതോടുകൂടി ഓർമ്മകൾ തിരിച്ചു കിട്ടും. അതോടെ ഗോകുൽ സാറിന്റെ ജീവിതം സന്തോഷമാവും. അപ്പോ സച്ചിയുടെ ജീവിതം സന്തോഷമാവണ്ടേ? എന്റെ ജീവിതം സന്തോഷമാവണമെങ്കിൽ എന്റെ അർച്ചനയും കുഞ്ഞിനെയും തിരിച്ചു കിട്ടണം. ആ പ്രാർത്ഥനയായിട്ടാ ഞാൻ ഇവിടേക്ക് വന്നേ. ഞാൻ കണ്ട നാൾ മുതല് സച്ചിയുടെ പ്രാർത്ഥന ഇത് മാത്രമാ. അപ്പോ മകളുടെ പ്രാർത്ഥനയോ? എനിക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ ഗുരുജി. അത് സാധിച്ചു തരേണ്ടത് ഈശ്വരന്മാരല്ലേ. പ്രാർത്ഥനയൊന്നും വെറുതെ ആവില്ല. അതിനെല്ലാം ശക്തിയുണ്ട്. അർഹതയുള്ളത് എല്ലാവർക്കും കിട്ടുക തന്നെ ചെയ്യും. എന്റെ പ്രതീക്ഷയുടെ അവസാനത്തെ കച്ചിത്തുരുമ്പി പിടിച്ചു നിൽക്കാൻ ഞാൻ. എത്ര നാൾ എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നുറപ്പാ, പ്രതീക്ഷ അവസാനിച്ച എന്റെ മരണം സംഭവിക്കും. പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ ഗുരുജി. മരണത്തെ ഭയപ്പെടുത്തുന്നവർക്ക് ജീവിതം ഒരിക്കലും പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ കഴിയില്ല സച്ചി. ജീവിതം ഒരാളുടെ ശ്വാസം നിലയ്ക്കുന്നതോടെ അവസാനിക്കുന്നതല്ല. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. എന്റെ അർച്ചന കുഞ്ഞും ജീവിച്ചിരിപ്പുണ്ടാവോ ഗുരുജി? ചില ജീവൻ നമ്മൾ കാണുന്ന രൂപത്തിലല്ല, മറ്റൊരു സത്വത്തിലാ, മറ്റൊരു രൂപത്തിൽ. അത് നമ്മുടെ കാഴ്ചയ്ക്ക് അപ്പുറം തന്നെ ഉണ്ട്. എനിക്ക് മനസ്സിലായില്ല ഗുരുജി. എല്ലാം മനസ്സിലാക്കേണ്ടതില്ല. സമയമാവുമ്പോൾ നിന്റെ മുന്നിലേക്കെല്ലാം സ്വയം വന്നു ചേരും. നിരാശപ്പെടാതെ ഈ രാത്രി പ്രാർത്ഥനയോടെ കാത്തിരിക്കുക.
എല്ലാം ശുഭമാവും. ഇതോടെ മരുന്ന് ചികിത്സ അവസാനിക്കുകയാണ്. അപ്പോ ചികിത്സകളെല്ലാം തീർന്നോ? വിധിപ്രകാരമുള്ള മരുന്നുകളെല്ലാം തന്നു കഴിഞ്ഞു. ഇനി ആത്മസമർപ്പണ പൂജയെ ബാക്കിയുള്ളൂ. അതെപ്പോഴാ? നാളെ രാവിലെ. പൂജകൾ കഴിയുന്നതോടുകൂടി നഷ്ടപ്പെട്ട ഓർമ്മകളെല്ലാം സമൃദ്ധിക്ക് തിരിച്ചു കിട്ടും. എന്താ? എന്തു പറ്റി? ഇത്ര പെട്ടെന്ന് ഓർമ്മകൾ തിരിച്ചു കിട്ടണ്ടെന്ന് തോന്നിയോ? അതല്ല, തിരിച്ചു കിട്ടുന്ന ഓർമ്മകൾ എന്തായിരിക്കും ഓർത്തപ്പോ എന്തോ ഒരു പേടി പോലെ. പേടിയോ? എന്തിന്? അതെനിക്കറിയില്ല, മനസ്സിൽ അങ്ങനെ തോന്നി. എന്നോ ഒരിക്കൽ മറന്നുപോയതല്ലേ എല്ലാം. അതൊക്കെ നല്ലതായിരിക്കോ ചീത്തയായിരിക്കോ എന്ന് ആർക്കറിയാം. അതിനെക്കുറിച്ചൊന്നും അധികം ചിന്തിക്കേണ്ടതില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഈ ചികിത്സയും പൂജയൊക്കെ നടത്തിയത് ഓർമ്മകൾ തിരിച്ചു കിട്ടാനല്ലേ? അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാതെ അതെല്ലാം നല്ലതിനായിരിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി. എനിക്ക് ഗൂഗിളിനെ മോളെ ഒന്ന് കാണണമായിരുന്നു. പോയി അവരോട് വരാൻ പറയൂ. ശരി മാതാജി. ഗുരുജിയുടെ പൂജ കഴിഞ്ഞ് കാണാം. ഞാനിപ്പോ വരാം. ഈ ആശ്രമത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ആ ശിവയോഗി വെറുതെ വേഷം കെട്ടി നടക്കുന്ന ഒരാളല്ല. എന്തൊക്കെയോ ബ്ലാക്ക് മാജിക് അയാളുടെ കയ്യിലുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ അവിടെ എങ്ങനെ ബോധം കെട്ടു വീണു? ശിവയോഗിയുടെ ബ്ലാക്ക് മാജിക് തന്നെയായിരിക്കും അതിന് പിന്നിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സൂക്ഷിക്കണം. അയാൾക്ക് എന്തൊക്കെയോ ശക്തിയുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ ഇത്രയും കരുതിയില്ല. അല്ല മാഡം, എന്ത് ബ്ലാക്ക് മാജിക് ഉണ്ടായാലും നമ്മുടെ ലക്ഷ്യം നമ്മൾ തീർത്തിരിക്കും. വെറുതെ എന്തെങ്കിലും പറയല്ലേ മൂർത്തി. സച്ചി മാരുതി ഇവിടെ എത്താതെ നോക്കാമെന്ന് മൂർത്തി പറഞ്ഞല്ലേ? എന്നിട്ട് എന്തായി? അവരിവിടെ എത്തിക്കഴിഞ്ഞു. അവരെ തടയാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനിയധികം കാത്തിരിക്കണ്ട. സച്ചിയെ നമുക്കങ്ങ് തീർത്ത് കളയാം. വെറുതെ പറഞ്ഞാ പോരാ, തീർക്കണം. തീർക്കും, തീർത്തിരിക്കും. അവനെ തീർക്കുന്നോണ്ട് മാത്രം പ്രശ്നങ്ങളൊന്നും തീർന്നില്ല. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടാൻ പാടില്ല. കിട്ടിയാ അവൾ എന്നെ തിരിച്ചറിയും. അല്ല മാഡം ഇവിടെ തന്നെ ഇരുന്നാ മതി. അതിനു വേണ്ടത് ഞങ്ങൾ ചെയ്തോളാം. ഈ രാത്രി നമുക്ക് വളരെ പ്രധാനമാണ്. സച്ചി അവനെ ഇന്ന് തീർത്തിരിക്കണം. മാഡം ധൈര്യമായിട്ടിരിക്കും. അവനെ ഞങ്ങൾ തീർത്തിരിക്കും. മൂർത്തി വാ.